കരയിലെ ഏറ്റവും വലിയ മൃഗമായിട്ടുള്ള ആനകൾ. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൈലുകൾക്കപ്പുറത്തുനിന്ന് വരുന്ന കൊടുങ്കാറ്റിൻ്റെ ശബ്ദമോ മറ്റ് ആനകളുടെ സന്ദേശമോ അവരുടെ കാലുകളിലൂടെ ഭൂമിയിലെ പ്രകമ്പനങ്ങളിലൂടെ അവർക്ക് കൃത്യമായി പിടിച്ചെടുക്കാൻ കഴിയും. അതായത് ഒരു പ്രതിസന്ധി വരുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് എന്താ പറയുക? അവർ നിശബ്ദരായി നിൽക്കും. ചുറ്റുപാടും എന്താണ് സംഭവിക്കുന്നതെന്ന് പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം മാത്രമേ അവർ അടുത്ത സ്റ്റെപ്പ് നടത്താറ്. എന്നാൽ നമ്മൾ ബിസിനസ്സിലും ജീവിതം പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കസ്റ്റമർ തങ്ങളുടെ പ്രശ്നം പറയുമ്പോഴും അവരുടെ വാക്ക് പകുതിയാക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ അവർക്ക് പറയേണ്ട മറുപടി റെഡിയാക്കിയിട്ടുണ്ടാവും. ആദ്യം ഇവിടെ ടീമിനോട് സംസാരിച്ച് എന്താ അവിടെ പറയേണ്ടതെന്ന് തീരുമാനിച്ചിട്ടാണ് പോയിട്ടുള്ളത്. സത്യത്തിൽ നമ്മൾ അവരെ കേൾക്കുന്നത് അവർ പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണോ അതോ മറുപടി പറയാൻ വേണ്ടിയാണ്? നമസ്കാരം, ഞാൻ ഒച്ച് റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് സ്റ്റീഫൻ കെവിയുടെ ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന സീരീസിൽ വളരെ പ്രധാനപ്പെട്ട 5ാമത്തെ തത്വം, സീക്ക് ഫസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദെൻ ടു ബി അണ്ടർസ്റ്റുഡ്. ആദ്യം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനുശേഷം അവർ നിങ്ങളെ മനസ്സിലാക്കട്ടെ. അതായത് നമുക്ക് പറയാനുള്ളത് ആദ്യം നിങ്ങളോട് പറയരുതെന്നർത്ഥം. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ശ്രമിക്കരുത്, ആദ്യം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഭാഷയല്ല, അതൊരു ആർട്ടാണ്, ഒരു സയൻസാണ്. ബിസിനസ് സൈക്കോളജി, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിങ്ങിലും NLPയിൽ നമ്മൾ ഇതിനെ എംപത്തറ്റിക് ലിസണിങ് എന്ന് പറയും. ഒരു ക്ലയൻറ്റുമായി സംസാരിക്കുമ്പോൾ അവരെ കേൾക്കാതെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? അവരുടെ തലച്ചോറിലെ ഡിഫൻസ് മെക്കാനിസം അഥവാ അമിഗ്ഡല ഉടൻ ആക്റ്റീവ് ആകും. ഇയാൾക്ക് എൻ്റെ പ്രശ്നത്തിൽ ഒരു താല്പര്യമില്ല, ഇയാളുടെ സാധനം വിൽക്കൽ മാത്രമാണ് ഇയാളുടെ പ്രശ്നം, ഇതിന് മാത്രമാണ് അയാൾ വന്നിട്ടുള്ളത് എന്നൊരു സന്ദേശം അയാളുടെ തലച്ചോറിലേക്ക് വന്നാൽ അവിടെ ഡീൽ അപ്പം ക്ലോസ് ആവും. എന്നാൽ നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെ അവരെ ഒട്ടും ജഡ്ജ് ചെയ്യാതെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ട്രസ്റ്റ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ വ്യക്തി എന്നെ മനസ്സിലാക്കുന്നു എന്ന തോന്നൽ അവർക്കുണ്ടാവും. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ നാവല്ല, മറിച്ച് നിങ്ങളുടെ കാതുകളാണ്. നമുക്ക് 4 ലെവൽസ് ഓഫ് ലിസണിങ് ഉണ്ട് ബിസിനസ്സിലെ. ഉദാഹരണത്തിൽ നമുക്ക് നോക്കാം. മിക്ക ബിസിനസ്സുകാരും ആശയവിനിമയം നടത്തുമ്പോൾ പ്രധാനമായും 4 രീതിയിലാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. ഒന്നാമത്തത് ഇഗ്നോറിങ്, അവഗണിക്കുക. കസ്റ്റമർ സംസാരിക്കുമ്പോൾ ഫോണിൽ നോക്കിയിരിക്കുകയോ ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യുക. 2, പ്രിറ്റൻഡിങ്, അഭിനയിക്കുക. മനസ്സിൽ മറ്റ് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വെറുതെ എന്ന് പറയുക. 3ാമതായിട്ട് സെലക്റ്റീവ് ലിസണിങ്, തിരഞ്ഞെടുത്ത് കേൾക്കുക. കസ്റ്റമർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം കേൾക്കുക. 4ാമത്തത് അറ്റൻറ്റീവ് ലിസണിങ്, ശ്രദ്ധിച്ച് കേൾക്കുക. വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തിനാണെന്ന് വെച്ചാൽ സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ ജഡ്ജ് ചെയ്യും. എന്നാൽ ഹൈലി എഫക്റ്റീവായ ഒരു കോർപ്പറേറ്റ് ലീഡർ ഉപയോഗിക്കുന്ന 5ാമത്തെ ലെവലുണ്ട്, എംപത്തറ്റിക് ലിസണിങ്. ഇവിടെ നിങ്ങൾ വാക്കുകൾ മാത്രമല്ല കേൾക്കുന്നത്, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ശബ്ദത്തിലെ വ്യത്യാസം, അവരുടെ യഥാർത്ഥ പെയിൻ പോയിന്റ്, അവരുടെ വേദന എന്താണ് എന്നിവ നിങ്ങളുടെ ഇന്നർ പവർ ഉപയോഗിച്ച് കൃത്യമായിട്ട് നിങ്ങൾ അങ്ങ് ഒപ്പിയെടുക്കുകയാണ്. ഒരു ഡോക്ടർ രോഗിക്ക് മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാറില്ലേ? നിങ്ങളുടെ സൊല്യൂഷൻ വിൽക്കുന്നതിന് മുമ്പ് ക്ലയൻറ്റിൻ്റെ പ്രശ്നം കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുക. നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ, ബിസിനസ് വളരെ സുഖമായി നടക്കണമെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആളുകൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല, മറിച്ച് അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. നിങ്ങൾ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേണ്ടി അധികം സംസാരിക്കേണ്ടി വരില്ല. അവർക്ക് ആദ്യം നിങ്ങൾ കേട്ടല്ല, അവരുടെ പ്രശ്നം മനസ്സിലാക്കിയല്ലോ. കാരണം ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലെ വിശ്വാസം ഉണ്ടായിട്ട്, ആ വിശ്വാസം കാരണം അവർ നിങ്ങളെ മനസ്സിലാക്കാനോ നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാനും തയ്യാറാകും. ഇതാണ് ഈ തത്വത്തിൻ്റെ ഏറ്റവും വലിയ മാജിക്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ദ 3 സെക്കൻഡ് റൂൾ എന്ന് പറയും. നാളെ നിങ്ങളുടെ ഒരു ക്ലയൻറ്റുമായോ സ്റ്റാഫുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയോ സംസാരിക്കുമ്പോൾ ഇതൊന്ന് പ്രയോഗിക്കുക. അവർ സംസാരിച്ച് നിർത്തുമ്പോൾ ഉടൻ തന്നെ മറുപടി പറയുന്നതിന് പകരം മനസ്സിൽ 3 സെക്കൻഡ് എണ്ണ, 1 2 3. അത് ഈ സമയം എടുക്കണം, ഈ ഗ്യാപ്പ് എടുക്കണം. എന്നിട്ട് അവർ പറഞ്ഞ കാര്യം നിങ്ങളുടെ വാക്കുകളിൽ ഒന്ന് ചുരുക്കി അവരോട് തന്നെ ചോദിക്കും. ഇതന്നെയല്ലേ പറഞ്ഞത്, എനിക്ക് മനസ്സിലായത് ഇതാണെന്നുള്ള രീതിയിൽ ഒന്ന് അവരോട് തന്നെ ചോദിക്കുക. ഉദാഹരണത്തിന്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ പ്രൊജക്റ്റിൽ ഡെലിവറി സമയം വൈകുന്നതാണ് പ്രധാന പ്രശ്നം എന്നാണല്ലേ? എന്നിങ്ങനെ ആ സാഹചര്യത്തിനനുസരിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതാണ് എനിക്ക് മനസ്സിലായതെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഒന്ന് ചോദിക്കും. ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ വ്യക്തിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു വലിയ മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത് തന്നെ, ഒരാളെങ്കിലും എന്നെ കേട്ടല്ലോ, ഇയാൾക്ക് എൻ്റെ പ്രശ്നം മനസ്സിലായല്ലോ, അപ്പോൾ ഇയാൾക്ക് എൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും. അവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം തന്നെ ഇരട്ടിയാവും. ഇപ്പോൾ നമ്മൾ പ്രോ ആക്റ്റീവായി ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് മുൻഗണന നൽകി വിൻ വിൻ ഡീലുകൾ ഉണ്ടാക്കി ഇപ്പോൾ മറ്റുള്ളവരെ എങ്ങനെ കേൾക്കണമെന്നും പഠിച്ചു. ഇനി എന്താ? ഇനിയാണ് യഥാർത്ഥ മാജിക് നടക്കുന്നത്. നിങ്ങളുടെ ടീമിലെ ഓരോ വ്യക്തിയുടെയും വ്യത്യസ്തമായ കഴിവുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് 1+1 എന്നുള്ളത് 2 അല്ല 100 ആക്കി മാറ്റുന്ന സിസ്റ്റം. അതാണ്
ആറാമത്തെ തത്വമായ സിനർജിയിലൂടെ ആ വലിയ രഹസ്യം ഞാൻ അടുത്ത വീഡിയോയിൽ വെളിപ്പെടുത്താം. അതുവരെ മറ്റുള്ളവർ പറഞ്ഞത് കേൾക്കാൻ തയ്യാറാവുക. ബിസിനസ് വളർത്തുക, ജീവിതം വളർത്തുക. സ്റ്റേ പവർഫുൾ. ഓൾറൈറ്റ്, സീ യു നെക്സ്റ്റ് വീഡിയോ.